നമസ്കാരം. പാർലമെന്റിൽ അപ്രതീക്ഷിതമായി ഉണ്ടായിരിക്കുന്ന സുരക്ഷാ വീഴ്ച അത് തന്നെയാണ് രാജ്യം ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നിലവിൽ പ്രതിപക്ഷ പാർട്ടികൾ ഇത് BJPക്കെതിരെയുള്ള രാഷ്ട്രീയ ആയുധമായി കൂടി പ്രയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ തമിഴകത്ത് നിന്നും ഉയർന്നു വരുന്ന ഒരു വിമർശനം അത് വളരെയധികം ശ്രദ്ധേയമാണ്. നമുക്കറിയാം, പുതിയ പാർലമെന്റ് ഏറെ അഭിമാനത്തോടു കൂടിയാണ് ആ കെട്ടിടം BJP രാജ്യത്തിന് സമർപ്പിച്ചത്. എന്നാൽ ഈ പാർലമെന്റ് കെട്ടിടത്തിൽ തമിഴകത്ത് നിന്നും വളരെ പ്രാധാന്യത്തോടു കൂടി കൊണ്ടുപോയ ഒരു വസ്തു ഉണ്ടായിരുന്നു, ചെങ്കോൽ. ആ ചെങ്കോലിനെ ചുറ്റിപ്പറ്റി ആ സമയത്ത് നിരവധി കഥകൾ ഉണ്ടായിരുന്നു, വിമർശനങ്ങൾ ഉണ്ടായിരുന്നു, അഭിനന്ദനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സ്പീക്കറുടെ സീറ്റിന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന ഈ ചെങ്കോലിന് എന്തെങ്കിലും ഒരു പങ്കുണ്ടോ, ഒരു റോൾ ഉണ്ടോ തുടങ്ങിയ സൈബർ ഇട ചർച്ചകൾ തമിഴകത്ത് വളരെ സജീവമായി തന്നെ പോവുകയാണ്. നമുക്കറിയാം, ഈ പുതിയ പാർലമെന്റ് മന്ദിരം രാജ്യത്തിന് സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിനുള്ളിൽ ഹോമവും പൂജകളും ഒക്കെ നടത്തിയിരുന്നു. നല്ല മുഹൂർത്തം നോക്കി തന്നെയാണ് പാർലമെന്റിലെ എല്ലാ പരിപാടികളും BJP നടത്തിയത്. അതിനൊപ്പം തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി തമിഴകത്ത് നിന്നും ഈ ചെങ്കോല് കൊണ്ടുവരികയും ചെയ്തു. അതിന് പകരമായി 25 MPമാരെയെങ്കിലും ഞങ്ങൾക്ക് തരണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആ സമയത്ത് പറയുകയും ചെയ്തിരുന്നു. അത് തമിഴകത്ത് വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം, ഈ ഒരു ചെങ്കോല് അതെന്തെങ്കിലും തരത്തിലുള്ള ഒരു അപശകുനമാണോ എന്നതാണ്. ചില കാര്യങ്ങൾ കൂടി ഈ ചർച്ചകളിലൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, BJPയുടെ ഒരു മേധാവിത്വം അത് ഈ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം രാജ്യം കണ്ടിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഭരണ മികവിന്റെ നിരവധി ഉദാഹരണങ്ങൾ, ഇന്ത്യ ചൈന തർക്കമടക്കം അല്ലെങ്കിൽ അതിർത്തി പ്രദേശങ്ങളിലുള്ള വികസനമായിക്കോട്ടെ, G20 ഉച്ചകോടി ഇന്ത്യ നടത്തിയത് എങ്ങനെ തുടങ്ങി നിരവധി അഭിമാനകരമായ കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ പോലും കേന്ദ്ര സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ ചില കാര്യങ്ങൾ കൂടി ഈ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ പ്രവേശിച്ചതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മണിപ്പൂർ വിഷയം തന്നെയാണ്. പിന്നീടുള്ളത് ഖാലിസ്ഥാൻ വാദികളുടെ പേരിൽ ഉയർന്നു വന്ന ചില നയതന്ത്ര വിഷയങ്ങളാണ്. പ്രത്യേകിച്ചും കാനഡയുമായി ഇന്ത്യക്കുള്ള ബന്ധം വളരെയധികം വഷളായിരുന്നു. അത് ഇതുവരെയും പഴയ നിലയിലേക്ക് ആക്കാനും ഇരു രാജ്യങ്ങൾക്കും സാധിച്ചിട്ടില്ല. അതിനിടയിലാണ് സിഖ് ഫോർ ജസ്റ്റിസിന്റെ തലവനായ ഗുർപന്ത് സിംഗ് പന്നുവിന്റെ പേരിൽ US-ഉം ഇന്ത്യയെ വലിയ ഒരു പ്രതിരോധത്തിന് കീഴിൽ നിർത്തുന്നത്. ഇങ്ങനെ ഭരണ മികവും നേട്ടങ്ങളും ഒക്കെ ഒരു വശത്ത് ചൂണ്ടിക്കാട്ടാനുണ്ട് എങ്കിൽ പോലും ചില കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഈ പാർലമെന്റ് മന്ദിരത്തിനുള്ളിൽ ഉണ്ടായ സുരക്ഷാ വീഴ്ച അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഇതിനൊക്കെ കാരണം ചെങ്കോലാണോ എന്ന ഒരു പരിഹാസ രൂപത്തിലുള്ള വിമർശനമാണ് തമിഴകത്ത് നിന്നും ഉയർന്നു വരുന്നത്. എന്തായാലും അതൊക്കെ അന്ധവിശ്വാസങ്ങളുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു പാർട്ടിയെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ചെങ്കോലും പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ഉണ്ടായ സുരക്ഷാ വീഴ്ചയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഈ ചെങ്കോലിന് ഒരു മാൻഡ്രേക്ക് എഫക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ തുടങ്ങിയ ചർച്ചകൾ തമിഴകത്ത് പുരോഗമിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.